ഹായ് എവ്രി വൺ. അപ്പോൾ തിരുച്ചി തഞ്ചാവൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ലേറ്റായി പോയി. സോ നമ്മൾ തിരുച്ചിയിൽ നിന്ന് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ് എത്തി. അവിടുന്ന് നമ്മൾ ഉച്ചയായി എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. സോ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. അടുത്ത ബസ് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ലായിട്ടിരുന്നു. സോ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഫസ്റ്റ് തഞ്ചാവൂർ പാലസ്, അവിടുന്ന് ബൃഹദേശ്വര ടെമ്പിൾ. സോ രണ്ടും തമ്മിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ നിന്ന്. സോ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് തഞ്ചാവൂർ പാലസ് എത്തി. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം നല്ല പെയിൻറ്റിങ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു കേട്ടോ, എന്തോ വലിയ സംഭവം എന്നൊക്കെ. പക്ഷേ ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. കാരണം എൻട്രി ഫീസ് ഒരാൾക്ക് 50 റുപ്പീസ് ഫസ്റ്റ് മേടിച്ചു. ഓക്കെ, അകത്ത് കയറി അവിടെ 3 സെക്ഷൻസ് ഉണ്ട്. ഒരു ലൈബ്രറി, ഒരു ദർബാർ ഹാള്, ഒരു ആർട്ട് ഗാലറി. ലൈബ്രറിയിൽ നമ്മൾ കയറിയില്ല, അവിടെ എന്തോ ഓഡിയോ ഷോ ഒക്കെ ഉണ്ട്, നമ്മൾ കയറിയില്ല അവിടെ. ഫസ്റ്റ് ദർബാർ ഹാളിലാണ് പോയത്. അവിടെ നമുക്ക് എൻട്രി ഫീസ് 5 റുപ്പീസ് ചാർജ് ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. ജസ്റ്റ് ഏതോ ഒരു പഴയ ബിൽഡിങ്ങിൽ കുറച്ച് ആർട്ടിഫാക്ട്സ് ഒക്കെ വെച്ചു. ഇറ്റ് വാസ് നോട്ട് വർത്ത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു ഷോപ്പിൽ കയറി തഞ്ചാവൂർ ഡാൻസിങ് ഡോളൊക്കെ കണ്ട് അതിൽ കളിച്ചുകൊണ്ട് നിന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. ആർട്ട് ഗാലറി വാസ് ഓക്കെ. അവിടെ പഴയ സ്റ്റോൺ വെച്ചുള്ള ഐഡൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പല രീതിയിൽ പല ടൈപ്സ് ഓഫ് കുറേ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു നടരാജ് ചേംബറുണ്ട്. അവിടെ നടരാജ വിഗ്രഹങ്ങളുടെ മാത്രം കളക്ഷൻ. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഒരു ചായയെല്ലാം കുടിച്ചു. ഈവനിങ് ആയി. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ബൃഹദേശ്വര ടെമ്പിളാണ്, അതായത് തഞ്ചാവൂർ പെരിയ കോവിൽ. സോ നമ്മൾ അവിടുന്ന് നടന്നു തന്നെ കേട്ടോ പോയത്. നടക്കുന്ന വഴിയിലൊക്കെ പെയിൻറ്റിങ്സ് ആയിരുന്നു. ചിലത് സ്റ്റോറിയാണ്, ചിലത് ഡാൻസ് ഫോംസാണ്. അങ്ങനെ കുറേ പെയിൻറ്റിങ്സൊക്കെ കണ്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നടന്ന് ഓൾമോസ്റ്റ് നമ്മൾ ഒരു 5 o'clock ആയപ്പോൾ എത്തിയെന്ന് തോന്നുന്നു. ടൈം എനിക്ക് ഓർമ്മയില്ല. സോ റോഡിൽ നിന്ന് നമുക്ക് ആ ഗോപുരം കാണാം. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ അകത്ത് കയറുമ്പോഴേ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ്. ആൻഡ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം ടൂർ വരുന്ന കണക്ക് ട്രാവലേഴ്സിലൊക്കെയാണ് വന്നത്. അങ്ങനെ നമ്മൾ കയറി ഒരു 2 ഗോപുരം കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ കയറുമ്പോൾ നമുക്ക് ചപ്പലും ബാഗും ഒക്കെ വെക്കാനുള്ള പ്രൊവിഷനുണ്ട് ക്യാഷ് കൊടുത്ത്. അങ്ങനെ അവിടെ നമ്മൾ എല്ലാം വെച്ചു. അവിടെ ഷോപ്പിങ്ങിനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ്, ഫുഡ്, സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ്. അവിടെ നമ്മൾ ഇറങ്ങി അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഇതെല്ലാം അമ്പലത്തിൻ്റെ പുറത്താണ്. അമ്പലത്തിൻ്റെ അകത്ത് ചുറ്റും നടന്ന് കാണാൻ തന്നെ ഉണ്ട്. എല്ലാം നല്ല സ്റ്റോൺ വർക്ക്സ് ആണ് കാണാനുള്ളത്. പിന്നെ നമുക്ക് കയറുമ്പോഴേ അവിടെ ഒരു നന്ദിയുടെ വലിയൊരു ശില കാണാം. ഐ തിങ്ക് ഇറ്റ്സ് 1 stone, എനിക്കറിയില്ല. പിന്നെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നന്ദിയെ തൊഴുതു. നമുക്ക് അവിടുന്ന് ഞങ്ങൾ ഒരു രുദ്രാക്ഷമൊക്കെ മേടിച്ചു എല്ലാവരും. ആൻഡ് അവിടുന്ന് നമ്മൾ ചുറ്റും നടന്നു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അത്രയും കാണാനുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല സീനിക് വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ഫൺ ടോക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ 7 മണിക്ക് 7 o'clock അമ്പലം ലൈറ്റപ്പ് ചെയ്യും. അപ്പോൾ അത് അടിപൊളിയാണെന്ന് ഞങ്ങളുടെ സാറ് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അങ്ങനെ അറൗണ്ട് 6:45 ഒക്കെ ആയപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെയും നടന്ന് ചെന്ന് സൈഡിൽ നോക്കാൻ നേരത്ത് ഇത് കാണാനായിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഗ്രീൻ ഏരിയ ഉണ്ട്, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തു. 7 o'clock ആയപ്പോൾ പക്ക ലൈറ്റപ്പ് ചെയ്തു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നേരിട്ട് കാണാൻ സ്റ്റണ്ണിങ് ആണ്. ആൻഡ് യു നോ വൺ തിങ്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആയിരുന്നു ബൃഹദേശ്വര ടെമ്പിൾ. ആൻഡ് ഐ കംപ്ലീറ്റഡ് ദാറ്റ്. ആൻഡ് അവിടുന്ന് നമ്മൾ തിരിച്ച് ബസ് കയറി തഞ്ചാവൂരെത്തി. അവിടുന്ന് ഒരു മിൽക്ക് ഷേക്കൊക്കെ കുടിച്ചു കേട്ടോ. 40 റുപ്പീസിന് വേർത്താണ്. വെരി ബിഗ് മിൽക്ക് ഷേക്ക്. അത് കഴിഞ്ഞ് ഡിന്നർ കഴിച്ചു. ഇറ്റ് വാസ് വേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് 9:30 റിട്ടേൺ ബസ്. സോ അവിടുന്ന് തന്നെ കയറി നെക്സ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂരെത്തി. ആൻഡ് ബൈ. താങ്ക് യു.